പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിൽ പുതിയ നീക്കവുമായി സർക്കാർ. UPSC നൽകിയ പട്ടികയ്ക്ക് പുറത്തു നിന്നുള്ള ആൾക്ക് ചുമതല നൽകാൻ സർക്കാർ ആലോചന തുടങ്ങി. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടി വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, പുതിയ നീക്കവുമായാണ് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് UPSC പട്ടിക നൽകിയത്. ഇതിൽ 3 പേരുടെ പേരാണുള്ളത്. നിതിൻ അഗർവാൾ, റവട ചന്ദ്രശേഖർ, അതൊപ്പം തന്നെ യോഗേഷ് ഗുപ്ത. എന്നാൽ ഈ 3 പേരും സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ളവരല്ല. റവട ചന്ദ്രശേഖറിന് രാഷ്ട്രീയപരമായി നേരത്തെ തന്നെ വിയോജിപ്പുണ്ട് CPIM-നുണ്ട്. ഒപ്പം യോഗേഷ് ഗുപ്തയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ, പ്രത്യേകിച്ചും കണ്ണൂരുമായി ബന്ധപ്പെട്ട് വിജിലൻസ് മേധാവി എന്ന സമയത്ത് നടത്തിയ ചില അന്വേഷണങ്ങളും CPIM-നെയും മുഖ്യമന്ത്രിയും ചൊടിപ്പിച്ചിരുന്നു. നിതിൻ അഗർവാളിനോട് നേരത്തെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് UPSC പട്ടികയിലുള്ള 3 പേരെ മറികടന്നുകൊണ്ട് പട്ടികയിലുണ്ടായിരുന്നു. അതായത് മനോജ് എബ്രഹാം, DGP MR രവികുമാർ, ഒപ്പം സുരേഷ് രാജ് പുരോഹിതൻ. ഈ 3 പേരാണ് ഇപ്പോൾ പുറത്തുള്ളത്. ഇവരിൽ ആരെങ്കിലും ഒരാളിനെ നിന്നും താൽക്കാലികമായി DGP ഇൻചാർജ് എന്ന നിലയിൽ നിയമിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നതെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ നിയമോപദേശം തേടിയിട്ടുണ്ട്. കാരണം ഈ മാസം 30-ന് ഇപ്പോഴത്തെ DGP സ്ഥാനം ഒഴിയുകയാണ്. പകരം ഒരാളിനെ ഉടൻ തന്നെ നിയമിച്ചേ മതിയാവുള്ളൂ. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു DGP ഇൻചാർജ് എന്ന നിലയിൽ ഒരാളിനെ കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നത്. അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് അറിയാൻ കഴിയില്ല. കാരണം മറ്റ് 7 സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെ DGP ഇൻചാർജ് ഉണ്ട്. അത് നേരത്തെ തന്നെ സർക്കാർ ആലോചിച്ചിരുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ UPSCയുടെ ഭാഗത്തുള്ള നിലപാടിൽ മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ UPSC നൽകുന്ന പട്ടികയിലുള്ള ആളുകളെ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ DGP ഇൻചാർജ് എന്ന പേരിൽ താൽക്കാലം ആളിനെ നിയമിക്കുക എന്ന ഒരു നടപടിക്രമത്തിലേക്ക് നേരത്തെ തന്നെ സർക്കാർ ആലോചിച്ചിരുന്നു. അത് ഒരുപക്ഷെ നടപ്പിലാക്കാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്നാലും സുപ്രീം കോടതി നിയമം അനുസരിച്ച് UPSC നൽകിയിരിക്കുന്ന പട്ടികയിൽ, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ മറികടന്നുള്ള ഒരു ഇൻചാർജ് നിയമനം എത്ര കണ്ട് ഫലപ്രദമാകുമെന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ UPSC പട്ടികയിലുള്ള ഉദ്യോഗസ്ഥർ നിയമപരമായി നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിന് തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ നിയമോപദേശം തേടുന്നത്. ഈ UPSC ലിസ്റ്റിലുള്ള 3 പേർക്കും അടുത്ത 2026 ജൂൺ വരെയും 2027 വരെയൊക്കെ നിലവിലെ സാഹചര്യത്തിൽ DGP ആയിട്ട് തുടരാം. പിന്നെ സർക്കാരിന് വേണമെങ്കിൽ 2 കൊല്ലം കൂടി നീട്ടി നൽകി അവരെ നിലനിർത്തി കൊണ്ടുപോകാനും കഴിയും. അപ്പോൾ അത്തരത്തിൽ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു നിലപാട് മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിയമോപദേശം സർക്കാരിന് ഇന്നോ നാളെ ലഭിക്കും. കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പക്ഷേ ഇൻചാർജ് DGP-യെ കൊണ്ടുവരും. അതായത് ഈ ലോ ആൻഡ് ഓർഡറിന്റെ സംസ്ഥാനത്തിന്റെ മുഴുവൻ ചുമതലയുള്ള DGP ആയിട്ട് ഒരു താൽക്കാലിക ആളിനെ, അല്ലെങ്കിൽ DGP ഇൻചാർജ് എന്ന പേരിൽ ഒരാളിനെ നിയമിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിയമോപദേശം കിട്ടിയ ഉടൻ തന്നെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് നമുക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്ന് കിട്ടുന്ന വിവരം. ശരി ബിനോയ്, സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിൽ പുതിയ നീക്കവുമായി സർക്കാർ. UPSC നൽകിയ പട്ടികയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്ക് ചുമതല നൽകാൻ സർക്കാർ ആലോചന തുടങ്ങി. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടി.